ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാള് ചേച്ചിയെ കണ്ടാലും പ്രശ്നമാ. ചേച്ചിയോട് കാര്യം പറഞ്ഞ് നമുക്ക് ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോണം. അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ചേച്ചിയും കൂടി അയാളുടെ കൈ ചെന്ന് പെടും. എന്താടോ? അല്ല, എന്താണ് വരയ്ക്കുന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ. മര്യാദക്കിരുന്നു അവിടെ, ഇല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും. നോക്കുന്നില്ല, താൻ വരയ്ക്ക്. പിന്നെ ഇന്നത്തേക്കാന്നുള്ളത് ഓർമ്മയിൽ വെച്ചേർന്നാ മതി. താൻ പിണങ്ങി പോവല്ലേ? അതൊന്ന് കംപ്ലീറ്റ് ചെയ്യേ. പിണങ്ങി പോകുന്നൊന്നും അല്ല, എന്നെ കാണാതെ അമ്മ വിഷമിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പോയി അമ്മയോട് പറഞ്ഞിട്ട് വരാം. വേഗം വരൂ. ഇപ്പൊ വരാം. ഞാൻ പോകുമ്പോ ഇതെടുത്ത് നോക്കരുത്, കേട്ടല്ലോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. അല്ലെങ്കിൽ വേണ്ട. ചേച്ചി, ചേച്ചി, നീ എന്താ ഇവിടെ? ഇവിടെ എങ്ങനെ എത്തി? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ചേച്ചി. ഞാനും അമ്മയും കഥയൊക്കെ പിന്നെ പറയാം. എനിക്ക് ഇവരുടെ കമ്പനിയിലാ ട്രെയിനിങ്. നമ്മുടെ ജീവിതവും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ എന്നെ ഈ കമ്പനിയിൽ അവർ ജോലിക്ക് എടുക്കില്ല. അതാ നേരത്തെ ചേച്ചി മോളെ പരിചയം കാണിക്കാതെ നിന്നെ. ചേച്ചിയുടെ അവസ്ഥ അങ്ങനെയാ മോളെ. എല്ലാം ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. പിന്നെ അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ നമ്മളിവിടെ സംസാരിച്ച് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാ പിന്നെ ചോദ്യവും പറച്ചിലൊക്കെ ആവും. ചേച്ചി മോളെ വിളിച്ചോളാം. ശരി ചേച്ചി. ഇപ്പോഴൊരു സമാധാനമായത്. നേരത്തെ ചേച്ചി മൈൻഡ് ചെയ്തിരുന്നപ്പോ വിഷമമായി. ഇപ്പൊ അത് മാറി. ഐശ്വര്യ, താനെന്താ ഇവിടെ മാറി നിൽക്കുന്നേ? ഞാനൊരു കോള് വന്നപ്പോ ഇങ്ങോട്ട് മാറി നിന്നതാ. താനെന്താ ഇവിടെ? ഞാൻ വെറുതെ. അവിടെ അത്രയും ഗസ്റ്റ് വന്നിരിക്കുന്ന കണ്ടില്ലേ? അവിടെ നിൽക്കുന്നതിന് പകരം ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങോട്ടല്ലേ? താൻ എന്തിനാ ഇതുപോലുള്ളവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത്? ഇവരെയെല്ലാം നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം ഐശ്വര്യ. ഇവരൊക്കെ ഏത് തരക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ. താൻ വന്നേ, എനിക്ക് മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട്. വരും. ലേറ്റസ്റ്റ് ഫാഷൻ അല്ലേ കുഞ്ഞോളെ? നീ ഒന്നും വന്നേ. ഒരു മിനിറ്റ്. വാ. ഇപ്പൊ വരാട്ടോ. ക്യാരി ഓൺ. വാന്നേ.
എന്താ അമ്മേ? നരി പോകാമേ, പക്ഷെ ചേച്ചി ഇവിടെ ഇവിടെ ഉണ്ട്. അയാള് ചേച്ചിയെ കണ്ടാലും പ്രശ്നമാ. ചേച്ചിയോട് കാര്യം പറഞ്ഞ് നമുക്ക് ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോണം. അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ചേച്ചിയും കൂടി അയാളുടെ കൈ ചെന്ന് പെടും. ശിവദാസൻ ഒട്ടും ആവലാതിപ്പെടണ്ട. കല്യാണി മോൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അത്ര പെട്ടെന്ന് അവൾക്കൊരാപത്ത് സംഭവിക്കില്ല. ദേവി അവളെ നോക്കിക്കോളും. ഈശ്വര, തിരുമേനി, ആ, എന്നാ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ഒരു മിനിറ്റ്. പറയ്. ശിവദാസനെ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മണിമാല ശിവദാസന്റെ കയ്യിലില്ല. അത് ശിവദാസന്റെ ഭാര്യയുടെ കയ്യിലോ ഇളയ മകളുടെ കയ്യിലോ ഉണ്ടാവാനാണ് സാധ്യത. ഞാൻ ചോദിച്ചിട്ടൊന്നും വിട്ടു പറഞ്ഞില്ല. അവര് തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട്. എവിടെയാണെന്ന് ശിവന് പോലും അറിയില്ല. ശിവനെ പിന്തുടർന്ന് പോകാൻ പറ്റിയാൽ അവരെ കണ്ടെത്താം. അവരെവിടെയാണെന്ന് ഒരു സൂചന പോലും ശിവദാസൻ തന്നില്ലേ? സത്യം പറയണം. സത്യ ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും എന്റെ മോളെ ഉപദ്രവിക്കരുത്. അവൾക്ക് വേണ്ടിയാ. അതുകൊണ്ടാ ദേവീ കോപം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് ഞാനിതിന് കൂട്ടുനിന്നത്. താൻ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. ആദ്യം മണിമാല കൈ കെട്ടട്ടെ. തന്റെ മോളെ ഉപദ്രവിക്കണോ വേണ്ട എന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കാം.